Hi, dear students. Today we are starting the second chapter. Chapter name Animal Life. Okay, so today we are starting this chapter. In this chapter, we are studying about different groups of animals breathe, eat, and move in different ways, and its movement, how they are moving, and all. Okay, are you ready? In this picture you can see that there are different types of animals, right? Some animals live in forest, some animals live in grasslands, some are live in water, and some are live in snow, colder place, right? Did you understood? ഓക്കെ പല ആനിമൽസ് ഉണ്ട്, നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആനിമൽസ് ഉണ്ട്. ഓരോ ആനിമൽസും ലീവ് ചെയ്യുന്ന അതിൻ്റെ ഹാബിറ്റാറ്റ് ഡിഫറൻസ് ആണ് അല്ലേ. അപ്പോൾ ചിലത് വാട്ടറിലായിരിക്കും, ചിലത് സ്നോ ഏരിയാസിലായിരിക്കും, ചിലത് ഫോറസ്റ്റിലായിരിക്കും. സോ അതിനനുസരിച്ച് തന്നെ ഇപ്പം നമ്മളെ ഈ ഫോറസ്റ്റിൽ ലീവ് ചെയ്യുന്ന ഇപ്പം ടൈഗർ, ലയൺസ് ഓർ എലിഫൻറ്റ് പോലെയാണോ നമ്മളെ വാട്ടറിൽ ലീവ് ചെയ്യുന്ന ഫിഷസൊക്കെ? അല്ലല്ലോ, ഡിഫറൻസ് ഇല്ലേ? അവർ ബ്രീത്ത് ചെയ്യുന്നത് ഒരുപോലെയാണോ? നോ, ദർ ആർ ഡിഫറൻസ് ഇൻ ബ്രീത്തിങ്, മൂവ്മെൻറ്റ്, ഹാബിറ്റാറ്റ് ആൻഡ് എവറിത്തിങ്, റൈറ്റ്? So in this chapter we are discussing about that. In the fourth standard you studied about habitat, right? So what is habitat? Yes, the natural home or place where an animal lives is called its habitat. എവിടെയാണ് ഒരു ആനിമൽ ഓർ പ്ലാന്റ്സ് അത് ലീവ് ചെയ്യുന്ന ആ നാച്ചുറൽ ഹോം, അതിൻ്റെ നാച്ചുറൽ ഹോം ഓർ പ്ലേസിനാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിഷിൻ്റെ ഹാബിറ്റാറ്റ് എന്തായിരിക്കും? അത് ലീവ് ചെയ്യുന്ന പോണ്ട് ഓർ എക്വേറിയം, അതിന് ആ വാട്ടർ, അത് ആ ഒരു എൻവയോൺമെൻറ്റാണ് അതിൻ്റെ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. യെസ്, അതുപോലെ തന്നെ എലിഫൻറ്റ് ഓർ ലയൺസ് that lives in forest, so this is their habitat. Got it? So we know that all animals are breathing, eating and moving, right? But their organs of animals are suited to their habitat, right? അപ്പം നമ്മൾ ഈ ഫിഷ് നമ്മൾ പറഞ്ഞു വാട്ടറിലാണ്, ഇപ്പം മറ്റ് എലിഫൻ്റ് ഒരു ലയൺ അതൊക്കെ എന്താണ്, ഫോറസ്റ്റിലാണ് അല്ലേ. ഫോറസ്റ്റിൽ ലീവ് ചെയ്യുന്ന ഇതിൻ്റെ ഓർഗൻസ് പോലെയല്ല നമ്മളെ ഫിഷിനുള്ളത്. നമ്മൾ എന്താണ്, ടൈഗറിനും ലയൺ അതിനൊക്കെ നോസ് ഉണ്ട് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് അബൌട്ട് ഫിഷസ്? they don't have nose. So today we are discussing how do animals breathe. ആനിമൽസ് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. We all know that all living things breathe. The animals breathe in what? Yes, oxygen. Animals breathe in oxygen and give out carbon dioxide. Okay, so let us discuss about breathing in fishes. In the fourth standard you already studied about it, right? ഫിഷസ് എങ്ങനെയാണ് ബ്രീത്ത് ചെയ്യുന്നത് നിങ്ങൾ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടില്ലേ? എങ്ങനെയാണ് ഫിഷസ് ബ്രീത്ത് ചെയ്യുന്നത്? എല്ലാവരും പറയാം, എങ്ങനെ ഫിഷസ് ബ്രീത്ത് ചെയ്യുന്നത് എല്ലാവരും തിങ്ക് ചെയ്ത് നോക്കിയേ. In the aquarium and all, you can see that the fishes are opening their head portion and closing, right? നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? It is known as gills. You can see in this picture. ഓക്കെ, ഫിഷസിൻ്റെ ഈ ഹെഡ് പോർഷനിൽ ഇങ്ങനെ ഓപ്പൺ ആൻഡ് ക്ലോസ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല ഈ അക്വേറിയത്തിലൊക്കെ ഉള്ള ഫിഷിൽ. അപ്പോൾ അതിനാണ് നമ്മൾ ഗിൽസ് എന്ന് പറയുന്നത്. ഈ ഗിൽസ് വഴിയാണ് ഫിഷസ് ബ്രീത്ത് ചെയ്യുന്നത്. ഹൗ ദേ ആർ ബ്രീത്തിങ്? യെസ്, ദി വാട്ടർ പാസസ് ത്രൂ ദിസ് ഗിൽസ്. ദി ഫിഷസ് ടേക്സ് ദി ഓക്സിജൻ ഡിസോൾവ്ഡ് ഇൻ ദി വാട്ടർ ആൻഡ് ഗീവ്സ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഈ ഗിൽസ് വഴി ഫിഷസ് എന്ത് ചെയ്യും? വാട്ടർ ഇൻടേക്ക് ചെയ്യും, വാട്ടർ ഉള്ളിലേക്ക് എടുക്കും. അപ്പോൾ ഈ വാട്ടറിൽ എന്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും? ഓക്സിജൻ ഉണ്ടാവും. അപ്പോൾ ആ വാട്ടറിലുള്ള ഓക്സിജനെ ഈ ഫിഷസ് ഉള്ളിലേക്ക് എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിഷസിൽ നിന്നും പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വിടും. ഓക്കെ, അങ്ങനെയാണ് ഫിഷസ് ബ്രീത്ത് ചെയ്യുന്നത്.
മനസ്സിലായല്ലോ? ഫിഷസ് ബ്രീത്ത് ത്രൂ their gills. The fishes take in oxygen dissolved in water and gives out carbon dioxide. And what about whale? Is whale is a fish? No. The whale is not a fish. It is a mammal. Mammals എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാലോ അല്ലേ? So whales is a mammals. A whales does not have gills. So ഫിഷസിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഗിൽസ് ഉണ്ടാവുള്ളൂ. മമ്മൽസിന് ഗിൽസ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ വെയിൽസിൽ ഗിൽസ് ഇല്ല. Then how they are breathing? They are also lives in water, but they do not have gills. So how they are breathing? Yes, നമ്മൾ പറഞ്ഞു വെയിൽസ് മമ്മൽസ് ആണെന്ന് പറഞ്ഞു. സോ ഇറ്റ് ഹാവ് ലെങ്സ്. ഈ വെയിൽസിൽ എന്തുണ്ട്? ലെങ്സ് ഉണ്ട്. നമ്മൾ പോലെ തന്നെ ലെങ്സ് ഉണ്ട് വെയിൽസിന്. സോ ഈ വെയിൽസ് സംടൈംസ് യു ക്യാൻ സീ ദാറ്റ് ജസ്റ്റ് ജമ്പ് ഫ്രം വാട്ടർ, റൈറ്റ്? അതിങ്ങനെ ജമ്പ് ചെയ്യുന്നത് കാണാറില്ലേ? വാട്ടറിന് മുകളിലേക്ക് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നത് കാണാം അല്ലേ? അതെന്തിനായിരിക്കും എന്നറിയോ? അവർ നമ്മളെ എയറിന്നും ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ വാട്ടറിന് മുകളിലേക്ക് ജമ്പ് ചെയ്യുന്നത്. Okay, at that time they take in air. Okay, so it comes up to the surface of the water and fill its lungs with air. അവരുടെ ലങ്സ് എയർ കൊണ്ട് ഫില്ല് ചെയ്ത് വെക്കും ഈ സർഫേസിൽ, വാട്ടറിൻ്റെ സർഫേസിൽ മുകളിലേക്ക് വരുന്ന ടൈമിൽ. ആൻഡ് ദി വെയിൽസ് ഹാവ് വെരി ലാർജ് ലങ്സ്. ഓക്കെ, ഭയങ്കര ലാർജ് ലെങ്സാണ് വെയിൽസിനുള്ളത്. അപ്പോൾ ഒരു ടൈം തന്നെ അത് ജസ്റ്റ് ജമ്പ് ചെയ്യുന്ന ടൈമിൽ ആ ലെങ്സ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറേ ടൈം വാട്ടറിൽ ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ടൈം യൂസ് ചെയ്യാനുള്ള ഓക്സിജൻ അതിലുണ്ടാവും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ടേക്ക് ഇനഫ് ഓക്സിജൻ ഇൻ വൺ ബ്രീത്ത് ടു ലാസ്റ്റ് ഫോർ സംടൈംസ് അണ്ടർ വാട്ടർ. ദെൻ ഇറ്റ് come up to the surface of the water and gives out carbon dioxide. Then it again come up to the surface and gives out carbon dioxide. You got it? മനസ്സിലായല്ലോ വെയിൽസിൽ എങ്ങനെയാണ്, ഫിഷസിൽ എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? സോ ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് all of you collect the animals which breathe through lungs and ബ്രീത്ത് ത്രൂ ഗിൽസ്. ഗിൽസ് വഴി ബ്രീത്ത് ചെയ്യുന്നതും അതുപോലെ തന്നെ ലങ്സ് വഴി ബ്രീത്ത് ചെയ്യുന്നതിൻ്റെ ഓരോ ആനിമൽസിനെ വെച്ചിട്ട് കളക്ട് ചെയ്യുക. ഓക്കെ, അതിന് പിക്ചേഴ്സ് കളക്ട് ചെയ്യുക, നിങ്ങളെ നോട്ട്ബുക്കിൽ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓരോ ആനിമൽസ് വെച്ചായാലും മതി കേട്ടോ, കുറേ ആനിമൽസ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞല്ലോ ഗിൽസ് വെച്ചിട്ട് ഏതാണ് ബ്രീത്ത് ചെയ്യുന്നത്, ലങ്സ് വെച്ചിട്ട് ഏതൊക്കെ ഉണ്ടാവും? ലയൺസ്, ടൈഗേഴ്സ് അങ്ങനെ പോലുള്ള മമ്മൽസൊക്കെ അതിൽ വരും അല്ലേ? മമ്മൽസ് ആർ ബ്രീത്തിങ് ത്രൂ ലങ്സ് ആണ്. അപ്പോൾ മമ്മൽസിൽ വരുന്ന എല്ലാ ആനിമൽസിനും നമുക്ക് ലങ്സ് വെച്ചിട്ടാണ് ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിലെഴുതട്ടോ, അതിൽ ആ പിക്ചേഴ്സൊക്കെ ഒട്ടിക്കാം. ഓക്കെ.